വ്യായാമ കൂട്ടായ്മയായ മെക്സവന്റെ പ്രവർത്തനത്തിൽ അടിമുടി ദുരൂഹത. പോപ്പുലർ ഫ്രണ്ടിന്റെ തുടക്കത്തിന് സമാനമായ പ്രവർത്തനമാണ് മെക്സവനിലും നടക്കുന്നത്. മെക്സവന്റെ പ്രവർത്തനം വിവാദമായ സാഹചര്യത്തിൽ കൂട്ടായ്മയിൽ നിന്ന് വ്യാപകമായ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടാകുന്നത്. മെക്സവനെ കുറിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് എന്നിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ മെക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. വിവാദങ്ങളിൽ നിന്നും തലയൂരാൻ മെക്സവനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പിന്മാറിയെങ്കിലും വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഉയർന്നു വന്ന സംശയങ്ങൾ ദുരൂഹമായി തുടരുകയാണ്. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമാണ് മെക്സവൻ എന്നുള്ള ആരോപണം ഏറെ ഗൗരവകരമാണ്. PFIയുടെ തുടക്കത്തിലുണ്ടായിരുന്ന അതേ പ്രവർത്തന ശൈലി ഇവനും പിന്തുടരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ മെക്സവന് പിന്നിലുണ്ടെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണവും ഈ കൂട്ടായ്മയെ തുറന്നു കാട്ടുന്നതാണ്. എന്തായാലും പുതിയ വിവാദങ്ങൾ മെക്സവന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു. വ്യായാമ കൂട്ടായ്മയിൽ മുമ്പ് അംഗമായവരുടെ വലിയ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. മെക്സവന്റെ പ്രവർത്തനം, ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു, എവിടെയൊക്കെയാണ് മെക്സവന്റെ പ്രവർത്തന മേഖല എന്നിവയാണ് ഇവർ പ്രധാനമായും അന്വേഷിക്കുന്നത്. ജനം, കോഴിക്കോട്.